ഹലോ ഗായ്സ്, ഇന്നത്തെ ഐറ്റമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കസ്റ്റാർഡ് ഫലൂദ. ഇത് നോമ്പ് തുറക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പിന്നെ പറയും. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ആദ്യം നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അത് അടുപ്പിൽ വെച്ചതിന് ശേഷം 2 ഗ്ലാസ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. അത് സ്റ്റിർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചും കൊടുക്കാം, പക്ഷേ ഒരു 4-5 ടീസ്പൂൺ മതിയായിരിക്കും. ഇനി നമ്മളിവിടെ റോസ്റ്റഡ് വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ റോസ്റ്റഡ് വെർമിസെല്ലിയാണ്. ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഇതിന് 28 രൂപയുള്ളൂ. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണത്. ഇനി പാലിങ്ങനെ തിളച്ച് വരുമ്പോൾ ഈ റോസ്റ്റഡ് വെർമിസെല്ലി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 100 ഗ്രാമോളം മതി. ആ പാക്കറ്റിൻ്റെ ഒരു പകുതിയോളം ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 2 ഗ്ലാസ് പാല് 2 ഗ്ലാസ് വെള്ളമാണ്. വല്ലാണ്ട് കുറുകിയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്യാം. തിളയ്ക്കണ വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം തിളച്ച് വരട്ടെ. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വാനില കസ്റ്റാർഡ് പൗഡർ. ഇനി നമ്മൾ ആ വാനില കസ്റ്റാർഡ് ഒരു ബൗളിലേക്ക് പകർത്തി ഒരു 2-3 ടീസ്പൂൺ, 2 ടീസ്പൂൺ മതി. അതിലേക്ക് എന്നിട്ട് നമ്മൾ പാല് കുറച്ചെടുത്ത് നല്ലോണം ഒന്ന് കുറുക്കി അത്യാവശ്യം ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി വയ്ക്കുക. ഇത് നമ്മൾ എന്നിട്ട് ഒഴിച്ചു കൊടുക്കും. ഇത് ടേസ്റ്റിനനുസരിച്ച്, ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അപ്പോൾ ഒരു സ്പൂൺ 1.5 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് നമ്മൾ ഒരു 1-2 സ്പൂൺ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന സേമിയ മിക്സിലേക്ക് ആഡ് ചെയ്യും. ഇനി ഇളക്കി ഈ പരുവാകുമ്പോൾ അത് ഇറക്കി വെച്ച് കൂൾ ചെയ്യുക, തണുപ്പിക്കുക. ഇതിതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് പകർത്തി ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വെക്കാൻ പോവാണ്. ഇത് നമുക്കിതിലേക്ക് ഇടാനുള്ള കട്ട് ഫ്രൂട്ട്സ് ആണ്. ഒരു അനാർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുല്ലാത്ത മുന്തിരി അരിഞ്ഞു വെച്ചത്, പിന്നെ ആപ്പിളാണ് ഞാൻ എടുത്തത്. ഇതൊക്കെ കുനുകുനാന്ന് ചെറുതാക്കി അരിയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ചെറുപഴം ആഡ് ചെയ്യാം, പപ്പായ ആഡ് ചെയ്യാം. ഇനി ഞാൻ ആ ഫ്രൂട്ട്സൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് കസ്കസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചാൽ മതി. ഞാൻ ഒരു മണിക്കൂർ മുമ്പ് കുറച്ച് ഐസുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം റെഡിയായി. നമ്മളിത് പ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഗ്ലാസ്സിലേക്ക്. ഇത് നിങ്ങൾ എടുക്കുമ്പോൾ കട്ടയുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഇത്തിരി തണുത്ത പാലോ ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി കേട്ടോ. മതിയാവും, ഇത്ര മതി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ ഫലൂഡ നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഈ സെയിം സാധനം തന്നെ നമുക്ക് ഫ്രൂട്ട് സലാഡ് പോലെ പ്ലേറ്റ് ചെയ്യാം. അതിന് ഈ പാത്രത്തിൽ കുറച്ച് നമ്മുടെ സേമിയ ഫലൂദ മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഇതിൽ കസ്കസ് ഞാൻ ഓൾറെഡി മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വാങ്ങി വെച്ചിരിക്കുന്ന വാനില ഐസ്ക്രീം
ഞങ്ങൾ മിൽമയുടെ ഒരു വാനില ഐസ്ക്രീമാണ് വാങ്ങിയത്. 10 രൂപയുടെ ഒരു ബൗളാണ്. അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഫ്രൂട്ട്സ് മുകളിൽ ഇടുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഐസ്ക്രീം വാനില തന്നെ ആഡ് ചെയ്യണം കേട്ടോ, നല്ലത്. അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കണ പോലെ. റെഡി. വീഡിയോ ഇഷ്ടമായവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.